തൊണ്ണൂറ്റിയഞ്ചാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക എന്നത്രേ. ഈ വാക്യം വാസ്തവത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു സത്യം, അഖിലാണ്ടത്തെ നിർമ്മിച്ച അത്യുന്നതനായ ദൈവത്തിൻ്റെ അരികിൽ നാം ഭയഭക്തി ബഹുമാനങ്ങളോടെ അടുത്തു വരണം എന്നുള്ളതത്രേ. എത്രയോ വലിയവനായ ദൈവം, ആ ദൈവത്തിൻ്റെ മുൻപാകെ നാം വരുമ്പോൾ എത്രമാത്രം ഭയത്തോടെ നാം കടന്നു വരേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമുക്കതിന് സാധിക്കണം എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വലിയവനായ ദൈവത്തിൻ്റെ അരികിൽ നാം വരുമ്പോൾ ഭയത്തോടെയും ഭക്തിയോടെയും ദൈവ മുൻപാകെ വണങ്ങി നമസ്കരിക്കുവാൻ നമുക്ക് സാധിക്കണം. വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തെ നോക്കുമ്പോഴാണ് അത്യുന്നതനായ ദൈവം എത്രമാത്രം ഉന്നതനാണ് എന്ന് കാണുവാൻ സാധിക്കുന്നത്. നാം അധിവസിക്കുന്നതായ ഈ ഭൂമിയുടെ കാര്യം തന്നെ എടുത്താൽ എത്രയോ അത്ഭുതാവഹമായ കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ തന്നെ ഉള്ളത്. നാം കാണുന്നതായ സമുദ്രം, നാം കാണുന്നതായ പർവ്വതങ്ങൾ, നാം കാണുന്നതായ മറ്റു കാര്യങ്ങളൊക്കെ ഈ ഭൂമിയുടെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ തന്നെ എത്രയോ അത്ഭുതാവഹമായ കാര്യങ്ങളാണ്. ഒരു ചെറിയ ഉദാഹരണം എടുത്ത് സമർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാലാവസ്ഥയുടെ കാര്യം എടുക്കുക. നാം അധിവസിക്കുന്നതായ സ്ഥലത്തുള്ളതായ കാലാവസ്ഥ, ഏതെല്ലാം ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഈ കാലാവസ്ഥ ഉണ്ടാകുന്നത്, അതിന് വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. നാം ജീവിക്കുന്നതായ സ്ഥലത്തുള്ള കാലാവസ്ഥ അതേ നിലയിൽ മറ്റൊരു സ്ഥലത്ത് അനുഭവപ്പെടണമെന്നില്ല. തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ മറ്റൊരു കാലാവസ്ഥ അനുഭവപ്പെടാം. ഓരോ സംസ്ഥാനങ്ങളെടുത്താൽ അവിടെയുള്ള കാലാവസ്ഥകൾ വ്യത്യസ്തങ്ങളാണ്. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ എടുക്കുമ്പോൾ ഒരേ സമയം തന്നെയുള്ള കാലാവസ്ഥകൾ വ്യത്യസ്തങ്ങളാണ്. അതെന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? കേരളത്തിൽ ഒരു വിൻ്റർ സീസണിൽ അനുഭവപ്പെടുന്നതായ കാലാവസ്ഥ ആയിരിക്കേയില്ല തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകത്തിലോ അതുമല്ലെങ്കിൽ ഡൽഹിയിലോ ഉള്ളതായ ഒരു വിൻ്റർ സീസൺ. കാലാവസ്ഥകൾ വ്യത്യസ്തങ്ങളാണ്. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് കൗതുകകരങ്ങളായ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഭൂമിയുടെ ആകൃതി, അതേപോലെ തന്നെ സൂര്യനുമായുള്ള അതിൻ്റെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ 23.5 ഡിഗ്രിയിലുള്ളതായ അതിൻ്റെ ചരിവ്, അത് കാരണം ധ്രുവപ്രദേശങ്ങളിൽ സൂര്യപ്രകാശം എത്തിച്ചേരുന്നതിനുള്ളതായ ഒരു വഴി അങ്ങനെ ലഭിക്കുന്നു. അങ്ങനെ സൂര്യപ്രകാശം ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ വിവിധ അളവുകളിൽ ലഭിക്കുന്നു എന്നുള്ളതും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു വസ്തുതയാണ്. ഉദാഹരണമായി ഭൂമധ്യരേഖയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം നേരെ പതിക്കുമ്പോൾ ധ്രുവപ്രദേശങ്ങളിൽ ഒരു ആംഗിളിലാണ് പതിക്കുന്നത് എന്ന് ശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് സൂര്യപ്രകാശത്തിൻ്റെ അളവ് പലയിടങ്ങളിലും പല നിലകളിലാണ് സംഭവിക്കുന്നത്. അത് കാരണം ഈ സൂര്യപ്രകാശത്തിൻ്റെ ചൂട് ലഭിക്കുമ്പോൾ വായുവിലുണ്ടാകുന്ന വ്യത്യാസം, ജലപ്രവാഹങ്ങളിലുണ്ടാകുന്ന വ്യത്യാസം, ഇതൊക്കെയാണ് വാസ്തവത്തിൽ കാലാവസ്ഥയുടെ ഗതിവിഗതികൾ നിർണയിക്കുന്നത്.
ഓരോ സ്ഥലങ്ങളിലും കാലാവസ്ഥകൾ വ്യത്യാസപ്പെടുന്നത് ഈ കാരണങ്ങളാലാണ് എന്ന് ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. നാം അറിയാത്തതും കാണാത്തതുമായ എത്രയോ കാര്യങ്ങൾ ഈ ഭൂമുഖത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. നാം അറിയാതെ തന്നെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ എത്രയോ വളരെ കൃത്യമായി അതാത് സമയങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ഭൂമിയുടെ മിക്ക ഭാഗങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണല്ലോ ഈ പർവ്വത ശിഖരങ്ങൾ എന്നുള്ളത്. ഈ പർവ്വത ശിഖരങ്ങളൊക്കെ വാസ്തവത്തിൽ കാലാവസ്ഥയെ നിർണയിക്കുന്നതിന് വേണ്ടി ദൈവം തന്നെ സ്ഥാപിച്ചിട്ടുള്ളതായ സംവിധാനങ്ങൾ തന്നെയാണ്. സമുദ്രം നോക്കുക, ആ സമുദ്രത്തിലെ തിരമാലകൾ, സമുദ്രത്തിലെ പ്രവാഹങ്ങൾ, ഉഷ്ണജലപ്രവാഹം, ശീതജലപ്രവാഹം, ഇതെല്ലാം കാലാവസ്ഥയെ നിർണയിക്കുന്ന ഘടകങ്ങളാണ്. സമുദ്രത്തിലെ ദ്വീപുകൾ, ആഴമേറിയ ഭാഗങ്ങൾ, ഇതെല്ലാം കാലാവസ്ഥയെ നിർണയിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ഇതൊന്നും അറിയുന്നില്ല. എന്നാൽ ശാസ്ത്രലോകം പലതും ഇപ്പോൾ കണ്ടെത്തി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം നിർമ്മിച്ചിരിക്കുന്നതായ ഭൂമി എത്രയോ അത്ഭുതാവഹമായി ദൈവം നമുക്ക് വേണ്ടി നിർമ്മിച്ച് നൽകിയിരിക്കുന്നു എന്നുള്ളത് ശാസ്ത്രലോകം കണ്ടെത്തുന്നതിന് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തെ എത്രമാത്രം ഭയപ്പെടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. 95-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ എന്നാണ്. 96-ാം സങ്കീർത്തനം ആരംഭവാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യഹോവ വലിയവനും ഏറ്റവും സ്തുത്യനുമാകുന്നു, അവിടുന്ന് ഭയപ്പെടുവാൻ യോഗ്യനാണ്, ബഹുമാനവും തേജസ്സും അവൻ്റെ മുൻപിലും ബലവും ശോഭയും അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലുമുണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത്രമാത്രം ഉന്നതനായ ദൈവത്തിൻ്റെ അരികിലാണ് നമുക്ക് ചെല്ലുവാൻ അവകാശവും അധികാരവും ദൈവം നൽകിയിട്ടുള്ളത്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഈ പിതാവാം ദൈവത്തിൻ്റെ അരികിൽ ചെല്ലുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വിലയേറിയ പദവി, എത്ര വലിയ പദവിയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത് പ്രിയമുള്ളവരെ. അതുകൊണ്ടാണ് 95-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നാം വായിച്ചത്, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക എന്നുള്ളത്. ഇന്ന് രാവിലെ ഈ വലിയവനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുകയാണ്, വരുവീൻ, കർത്താവിൻ്റെ അരികിലേക്ക് വന്നാട്ടെ, ഈ ദൈവത്തിൻ്റെ അരികിലേക്ക് വന്നാട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഈ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. ദൂരത്ത് നിൽക്കുവാനായിട്ടല്ല നമ്മോട് ആവശ്യപ്പെടുന്നത്, അരികിലേക്ക് ചെല്ലുവാനായിട്ടാണ്. വലിയവനായ ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കും. യേശുക്രിസ്തുവിലൂടെ മാത്രം നമുക്ക് സാധിക്കുന്നതായ ഏറ്റവും വിലയേറിയതായ കാര്യം, അത്യുന്നതനായ ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കും. അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് ആ വലിയവനായ ദൈവത്തിൻ്റെ തേജസ് അടുത്ത് നിന്ന് കാണുവാൻ നമുക്ക് സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നാം വെറും പൊടിയാണ്, പുഴുസമാനരാണ്, കൃമിസമാനരാണ്, ഏറ്റവും നിസ്സാരമായ ആയുസിൻ്റെ ഉടമകളാണ്. എന്നാൽ വലിയവനായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന പദവി എത്രമാത്രം ഉന്നതമായിട്ടുള്ളതാണ്. അഖിലാണ്ടത്തെ നിർമ്മിച്ച അത്യുന്നതനായ ദൈവത്തിൻ്റെ അരികിൽ ചെന്ന് നിന്നുകൊണ്ട് അപ്പാ, പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് അനുവാദം ദൈവം നൽകിയിരിക്കുന്നു. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് പാപക്ഷമ പ്രാപിച്ച ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന ഏറ്റവും വിശിഷ്ടമായ അനുവാദം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ നമുക്ക് ഈ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാം. നമ്മുടെ സകല കാര്യങ്ങളും അവിടുത്തെ മുൻപാകെ അറിയിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമുക്ക് ഈ വലിയവനായ സ്വർഗീയ പിതാവിനോട് അറിയിക്കുവാൻ നമുക്ക് സാധിക്കും. അവിടുന്ന് തക്ക സമയത്ത് അതിന് മറുപടി നൽകി തരുന്നവനാണ്. ഇന്ന് രാവിലെ ആ കർത്താവിൻ്റെ അരികിലേക്ക് അടുത്ത് ചെല്ലാം.
നമ്മുടെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് ആ തേജസ് കണ്ടുകൊണ്ട് അവിടുത്തെ മുൻപാകെ വണങ്ങി നമസ്കരിച്ച് സകല ബഹുമാനവും അർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവിനോട് അറിയിക്കാം. കർത്താവേ, എൻ്റെ ആവശ്യം ഇന്നതാണ്, ഇന്ന കാര്യങ്ങളിൽ ഞാൻ പ്രയാസപ്പെടുന്നു, ഇന്ന രോഗങ്ങളിൽ ഞാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു, എനിക്ക് ആവശ്യമായിട്ടുള്ള ഇന്ന കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ദൈവത്തോട് ഇന്ന് രാവിലെ അറിയിക്കുവാൻ നമുക്ക് അനുവാദം ലഭിച്ചിരിക്കുന്നു. ആ കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം അരികിലേക്ക് ചെല്ലുമ്പോൾ നമ്മെ അരികിലേക്ക് ചേർത്ത് നിർത്തുന്ന വലിയവനായ ദൈവം, ക്രിസ്തുയേശുവിലൂടെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മെ തെരഞ്ഞെടുത്ത ദൈവം, നിത്യത മുഴുവനും തന്നോട് ഒരുമിച്ച് നമ്മെ ഇരുത്തുന്നവനായ അത്യുന്നതനായ ആ ദൈവം, ആ ദൈവത്തിൻ്റെ അരികിലേക്ക് ഇന്ന് രാവിലെ അടുത്തിയെല്ലാം ഇന്നത്തെ ദിവസം മുഴുവനും ആവശ്യമായ ദൈവകൃപ ധാരാളമായി പ്രാപിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് രാവിലെ ഉണരുവാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. അവിടുന്ന് എത്രയോ ഉന്നതനായ ദൈവമാണ്. സകല അഖിലാണ്ടത്തെ നിർമ്മിച്ച, സർവചരാചരങ്ങളെ ഉളവാക്കി അത്യുന്നതനായ അവിടുത്തെ മുൻപാകെ കൃമികീടങ്ങളാകുന്ന അടിയങ്ങൾക്ക് അടുത്തു വരുവാൻ അവിടുന്ന് നൽകി തന്നിരിക്കുന്ന അനുവാദത്തിനും അർഹതയ്ക്കുമായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിലൂടെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഈ കൃപയിലേക്ക് വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ ആരെങ്കിലും ഈ കൃപയിലേക്ക് വരാൻ സാധിക്കാതെ ഇരിക്കുന്നുവെങ്കിൽ അവരുടെ ഉള്ളത്തിൽ പ്രവർത്തിച്ച് കർത്താവെ, യേശു ക്രിസ്തുവിലൂടെയുള്ള വിശ്വാസത്താൽ അവിടുത്തെ വകയായി തീരുവാൻ അവരെ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായ ദൈവകൃപ ധാരാളമായി നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ദുഃഖിതർക്ക് ആശ്വാസവും, ക്ഷീണിതർക്ക് ആശ്വാസവും, രോഗികൾക്ക് സൗഖ്യവും നൽകി അവിടുന്ന് സഹായിക്കണമേ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാക്കി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമസ്തവും പരമേൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.